വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ച് വാർത്തയൊന്നുമില്ല. ആൾക്കാരൊക്കെ വീട്ടിൽ ഒരു കോഴിയും പിന്നെ ചോറും ഒക്കെ കഴിച്ച് നല്ല ഭംഗിയായിട്ട് കൊച്ചുമക്കളുടെ കൂടെയും ഭാര്യയുടെയും മക്കളുടെ കൂടെയൊക്കെ ആഘോഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരുഭൂമിയിൽ പെയ്ത മഴ പോലെ ഒരു വാർത്ത വരുന്നത്. അതും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടോ. നമ്മുടെ CPM പറഞ്ഞിരിക്കുകയാണ് BJP ഫാസിസ്റ്റ് പാർട്ടി അല്ല എന്ന്. എന്തായാലും മോദിക്ക് ആശ്വാസമായി കാണും ഇത് കേട്ട് കഴിഞ്ഞ ശേഷം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര കമ്മിറ്റി ഉണ്ടോ സംസ്ഥാന കമ്മിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. കാരണം നമ്മളിവിടെ ട്രോളുന്നുണ്ടല്ലോ, ഇവര് കുറെ പേര് തിരുവനന്തപുരത്തിൽ നിന്ന സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, നേരെ കണ്ണൂർ പോയിരുന്നാല് സംസ്ഥാന കമ്മിറ്റി, പിന്നെ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ കേന്ദ്ര കമ്മിറ്റി നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കേന്ദ്ര കമ്മിറ്റി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് BJP-യെ ഫാസിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കേണ്ടതിന്റെ ആവശ്യകത ഇനി മുതൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. പോരാത്തതിന് അവരുടെ പാർട്ടി കോൺഗ്രസ്സിൽ ഉരുത്തിരിഞ്ഞ നിലപാടെന്ന് പറയുന്നത് ഫാസിസത്തിലേക്ക് BJP ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. ഒരു നവ ഫാസിസ്റ്റ് പാർട്ടിയിലേക്കുള്ള പോക്കാണ് BJP-യുടേത് എന്ന് പറയുന്നുണ്ട്. ഈ ചില സമയത്ത് ഈ CPM-ന്റെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പുതിയ വാക്കുകളൊക്കെ അവർ കണ്ടുപിടിച്ചുകൊണ്ട് വരുമല്ലോ. ഉദാഹരണത്തിന് നമുക്കറിയാലോ, നമ്മുടെ ഈ ചിന്താ ജെറോമിന്റെ മറ്റേ വയലോപ്പള്ളിയുടെ വാഴക്കുല പൊക്കിയപ്പോൾ ചിന്താ ജെറോം പറഞ്ഞ വലിയൊരു ഡയലോഗുണ്ട്, ഇതൊരു നോട്ടപ്പിശകാണ്. ഇതൊരു ചെറിയൊരു നോട്ടപ്പിശക, അങ്ങനെ കണ്ടാൽ മതി, വേറെ ഒന്നും രീതിയിലൊന്നും കണ്ട. അതുപോലെ ഒരു പുതിയൊരു നവഫാസിസം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അവർ പോവുകയാണ്. എനിക്ക് അറിയേണ്ട കാര്യം CPM-ന് മനമാറ്റം വന്നോ എന്നുള്ളതാണ് ആദ്യമായിട്ട്. രണ്ടാമത്തെ കാര്യം, എന്താണ് ഈ നവഫാസിസം? അത് എങ്ങനെയാണ് ഈ നവഫാസിസത്തെ ഇവർ വിലയിരുത്തുന്നത്? ഇതിന്റെ മാനദണ്ഡം എന്താണ്? അതായത് ഈ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും സംഘടനയായാലും മതമായാലും കാലത്തിനനുസരിച്ച് അത് കാലോചിതമായ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ മതത്തിന്റെ കാര്യം ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ മതമാണല്ലോ ഒരിക്കലും മാറില്ലെന്ന് പറയാം. നമ്മുടെ ഹിന്ദു ആചാരങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലായാലും ഒക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വരുത്താറുണ്ട്. ഇത് കാലോചിതമായുള്ള മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം ശബരിമല പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ 5 ദിവസം നട തുറക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പിന്നീട് കാലോചിതമായ മാറ്റം വരുത്തിയാണ്. അങ്ങനെ അനവധി ആചാരങ്ങൾ മാറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റം വരും. പക്ഷെ ഒരിക്കലും മാറാത്ത, ഇപ്പം RSS പോലും, RSS-നെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് RSS അങ്ങനെ കാലോചിതമായി മാറില്ല എന്നാണ്. ശരിയാണ്, അവരുടെ ആദ്യകാലത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ട്രൗസറിൽ നിന്ന് മാറ്റണം, പാന്റ് ആക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. അവരത് കേട്ടിരുന്നില്ല. പക്ഷെ അവർ ട്രൗസറിൽ നിന്ന് പാന്റ് ആകുന്നു. ഓൺലൈൻ ശാഖകൾ അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് അവരിപ്പോ ഓൺലൈൻ ശാഖകളിലേക്ക് മാറിയിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ഓൺലൈൻ ശാഖകളുണ്ട്, അതില് ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ കാലോചിതമായിട്ട് എല്ലാ സംഘടനകളും മാറാറുണ്ട്. പക്ഷെ ഇവിടെ CPM-ന്റെ പ്രശ്നം, അവർ കാലോചിതമായി മാറുന്നില്ല എന്ന് മാത്രമല്ല, കാലോചിതമായി മാറാത്തത് തെറ്റാണ് എന്ന് തുറന്നു സമ്മതിക്കുന്ന ഒരു പാർട്ടിയാണത്. അങ്ങനെയുണ്ട്, ഞങ്ങൾ മാറിയില്ല, അത് ഞങ്ങളുടെ വലിയ തെറ്റായിരുന്നു എന്ന് 10 or 20 വർഷം കഴിയുമ്പോൾ അവർ പറയുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസിലും, CPM-ന്റെ 2 പാർട്ടി കോൺഗ്രസിലും അവര് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ അവരുടെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കാൻ പോവുകയാണ്. തമിഴ്നാട്ടിലാണ് അതിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ആ പാർട്ടി കോൺഗ്രസിൽ അവരുടെ പുതിയ നിലപാട് ഫാസിസ്റ്റ് സർക്കാരല്ല എന്നുള്ളതാണ്. നവഫാസിസ്റ്റ് ആണെന്നും അവർ പറയുന്നില്ല, നവഫാസിസത്തിലേക്ക് പോകാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഫാസിസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് നിർവചനമുണ്ട്. കാരണം അതായത് ഈ സ്വച്ഛാധിപത്യവും വീരാരാധനയും ഒപ്പം തന്നെ ഈ സൈന്യത്തെ ഉപയോഗിച്ചോ മറ്റോ ഒക്കെ ഒരു രാജ്യത്തിലെ ജനങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു രീതിയാണ്. ഒപ്പം തന്നെ എതിരാളികളെ ഉന്മൂലനാശം ചെയ്യാനായിട്ട് വലിയൊരു ഗ്രൂപ്പ് ജനങ്ങളെ മറ്റോ സംഘടിപ്പിച്ച് നിരന്തരം ഈ അവരെ തകർത്ത് കൊന്നൊടുക്കുന്ന രീതിയാണ് ഫാസിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഫാസിസം എന്ന് ആണ്. അപ്പോ ഇപ്പൊ ഇവർ പറയുന്നത് നവഫാസിസമാണ്. നവഫാസിസം എന്ന് പറയുന്നതിന് അവർ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. RSS-ന്റെ ഒരു കൈകൾ സഹായത്തോടു കൂടിയാണ് BJP പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP-യുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രവർത്തന രീതി നവഫാസിസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ലോകത്തെമ്പാടും നവഫാസിസത്തിന്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നും കൂടി CPM പറയുന്നു. ഇതിനകത്ത് ഈ CPM-ന്റെ പല കാര്യങ്ങളിലും ഉള്ള ഒരു വലിയ തെറ്റ്, ഞാൻ എപ്പോഴും മുമ്പ് ഈ ചർച്ചകളിൽ തന്നെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. CPM ആദ്യം തന്നെ മാറ്റേണ്ട ഒരു നിലപാട് വർഗശത്രു എന്നുള്ള ഒരു വാക്ക് തന്നെ ഒഴിവാക്കി കളയേണ്ടതാണ്. കാരണം അവർ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എതിരാളികളെ ശത്രുവായി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി CPM അല്ലാതെ വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല.
BJP പോലും ശത്രു എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, എതിരാളികൾ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ശത്രുവും എതിരാളിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ശത്രു ആത്യന്തികമായി നശിപ്പിക്കപ്പെടേണ്ടവനും എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിയോഗിയും മാത്രമാണ്, ശത്രുവല്ല. അതായത് ഇപ്പൊ ഓട്ട മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ നമ്മൾ 2-3 പേർ പങ്കെടുക്കുന്നു, നമ്മുടെ കൂടെ ഓടുന്നവരാരും നമ്മുടെ ശത്രുക്കളല്ല, പകരം എതിരാളികളാണ്. അതാണ് BJPയുടെ പോളിസി. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് കാശ്മീരിലെ മെഹബൂബ മുഫ്തിയുടെ PDPയുമായിട്ടും ജയലളിതയുടെ AIDMK ആയിട്ടും, എന്തിനേറെ തൃണമൂൽ കോൺഗ്രസുമായിട്ടും അവർ ചേർന്ന് ഭരിച്ചിട്ടുണ്ട്, CPM-ഉമായിട്ട് ചേർന്ന് ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ളവരും. കാരണം എന്താ, ഇവരുടെ ഈ പ്രത്യയശാസ്ത്രം ഇതാണ്, ഞങ്ങൾക്ക് ശത്രുക്കളില്ല, എതിരാളികളാണ്. മറ്റൊരു ഡയലോഗ് കൂടി ഉണ്ട് അവർക്ക്, രാഷ്ട്രീയത്തെ തൊട്ടുകൂടായ്മയില്ല, എല്ലാവരുമായിട്ട് കൂടാന്നുള്ളത്. പക്ഷെ നേരെ മറിച്ച് CPM അവരുടെ അണികളെ പണ്ടുതൊട്ടേ പറഞ്ഞു പഠിപ്പിക്കുന്നത് ശത്രു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കാലോചിതമായ മാറ്റം വരുമ്പോൾ ഇവരുടെ അണികൾക്ക് അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം. കാരണം ഇന്നലെ വരെ ശത്രു എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസിനെ ഉൾക്കൊള്ളേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തിയപ്പോൾ അവരുടെ വലിയ വിഭാഗം അണികൾ അതിനെതിരായിരുന്നു. ത്രിപുരയിലായാലും ബംഗാളിലായാലും സംഭവിക്കുന്ന കാര്യം അതാണ്. കാരണം കോൺഗ്രസ് ഞങ്ങളുടെ വർഗശത്രു എന്ന് പറഞ്ഞ് നടന്നിരുന്നവരാണ് പിന്നീട് കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ടി വന്നപ്പോൾ അവരുടെ ഒരു കോർ വോട്ടർമാർ, അല്ലെങ്കിൽ അവരെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപിടി ആളുകൾ അവരോട് ഒരു ദേഷ്യം ഉണ്ടാകാൻ കാരണം. ഇപ്പോൾ ഇതാ ഫാസിസ്റ്റ് എന്നുള്ള നയം മാറ്റിക്കൊണ്ട് നവഫാസിസ്റ്റ് എന്ന് അവരും പറയുന്നില്ല, നവഫാസിസത്തിലേക്ക് പോകുന്നു. നവഫാസിസം എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയത്തെയാണ് CPM പൊതിഞ്ഞു കെട്ടി പറയുന്നത്. അത് വേറൊരു രാഷ്ട്രീയം. ഏതായാലും CPM ആ നിലയിലേക്ക് പോകുന്നു. അതായത് ഇതിനകത്ത് ഒരു കാര്യം, ഇന്നിപ്പോ നമ്മുടെ ഈ CPM-നെ സംബന്ധിച്ച് AB വാജ്പേയിയുടെ കാലത്ത് അദ്ദേഹത്തിന് പിന്തുണ നൽകി, അദ്ദേഹത്തിന് കൂടെ നിൽക്കുകയും പിന്നീട് AB വാജ്പേയിയുടെ സഹായത്തോടു കൂടി ദേശീയ പാർട്ടി പദവി നിലനിർത്തിയ ഒരു പാർട്ടിയാണ് CPM. AB വാജ്പേയി ആണ് ആ നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നിലനിർത്താൻ CPM-ന് സഹായിച്ചു. ആ വാജ്പേയി പിന്നീട് അവർ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്, അത് രാഷ്ട്രീയമാകാം. പിന്നീട് ദേശാഭിമാനി പത്രത്തിന് റേഷൻ പത്രമാക്കിയത് വാജ്പേയിയുടെ കാലത്താണ്. ഈ പത്രങ്ങൾ നിലനിൽക്കണമെങ്കിൽ റേഷൻ പത്രം എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നില്ല ജന്മഭൂമി പോലും ഇപ്പോഴും റേഷൻ പത്രത്തിലാണ് പോകുന്നതെന്ന്. ബാക്കിയുള്ള അതിന് ഇത്ര കാറ്റഗറി ഉണ്ട്, അതിന് ഇത്ര സർക്കുലേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ റേഷൻ കിട്ടുന്ന പേപ്പർ ഉണ്ട്, അതിനാണ് ഈ റേഷൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോ അത് ഈ വാജ്പേയിയുടെ കാലത്താണ് ദേശാഭിമാനിക്ക് അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നത് BJP-യുമായിട്ട് ജനസംഘവുമായിട്ട്, ജനസംഘം പിന്നീട് ജനതാ പാർട്ടിയായി മാറും. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇവർ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ്, ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടായിരുന്നവരാണ്, ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച് ഇവർക്ക് ശീലവും കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഇന്ന് CPM ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം, ആ രാഷ്ട്രീയ പാർട്ടി ഇന്ന് നാൾക്കുനാൾ ക്ഷയിച്ചു വരുന്നു, ഇല്ലാതാകുന്നു എന്നുള്ളത് തന്നെയാണ്. അവരെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അപ്പോൾ BJP-യെ പോലൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയോട് ഏറ്റുമുട്ടി സമയവും ഒപ്പം തന്നെ എനർജിയും കളയാതെ മുൻപോട്ട് പോവുക, ആ സ്വന്തം പാർട്ടിയുടെ ഒരു ബേസ് നിലനിർത്തുക, കൂടുതൽ കെട്ടിപ്പടുക്കാൻ അവർക്ക് തന്നെ അറിയാം ഇതിന് കൂടുതൽ നാള് ഇതിലേക്ക് കൂടുതൽ പേരിന് വരില്ല, പകരം ഉള്ളതിനെ നിലനിർത്തുക. അതിനായിട്ട് അവർക്ക് വേണ്ടത് BJP കണക്ക് വലിയ ശക്തമായ ഒരു പാർട്ടിയെ ശത്രുപക്ഷത്ത് കാണാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ശത്രുപക്ഷത്ത് കണ്ടു കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് രാജ്യത്ത് CPM-ന് വളരാൻ കഴിയില്ല. കാരണം CPM-ന്റെ കോൺഗ്രസിന്റെയും ഒക്കെ ഏറ്റവും വലിയ ശക്തമായ വോട്ട് ബാങ്ക് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും കോൺഗ്രസ് ശക്തമല്ലാത്ത സംസ്ഥാനത്തിൽ അതാത് സംസ്ഥാനങ്ങളിലെ ശക്തമായ പാർട്ടി ഏതാണോ, ഇപ്പൊ ഉദാഹരണം കേരളത്തിലല്ലേ CPM ഉള്ളത്, കേരളത്തിൽ ഹിന്ദു വോട്ടല്ലേ CPM-ന്റെ കോർ വോട്ടുകൾ എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ BJP അധികാരം കേന്ദ്രത്തിൽ പിടിച്ച ശേഷമല്ലേ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത് CPM? അതെ, CPM അല്ല, അതിനു മുമ്പ് തന്നെ അവർ തുടങ്ങിയിരുന്നു. പക്ഷെ അവർക്ക് ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. അവര് ഈ ക്ലച്ച് പിടിക്കുന്ന മോദിയെ കണക്ക് ഇവര് പറയുന്ന കണക്ക് ഒരു ഫാസിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ കത്തിച്ചെടുക്കാൻ പറ്റിയത്. ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഇത് വികാരം കത്തിച്ചെടുക്കാൻ പറ്റിയത്. അപ്പം ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. കാരണം ന്യൂനപക്ഷങ്ങൾ ഇനിയിപ്പോ CPM-നോട് രാജ്യവ്യാപകമായി നിൽക്കാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. അത് മാത്രവുമല്ല, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മൃദു ഹിന്ദുത്വത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ മൃദു ഹിന്ദുത്വത്തിലേക്ക് നീങ്ങുമ്പോൾ CPM-നും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറെ നാളത്തെ കേരളത്തിലെ CPM-ന്റെ പ്രസ്താവനകളും മറ്റും നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി BJP-യേക്കാൾ ശക്തമായി തന്നെ വർഗീയത പറയുന്നു എന്നൊരു തോന്നൽ അവരുടെ പല പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ മോഹനം മാസ്റ്ററുടെ ആയാലും ഇല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരുടെ ആയാലും ഒക്കെ വലിയ ഗോവിന്ദ മാസ്റ്റർ അല്ല, നമ്മുടെ ഇവിടെ കോഴിക്കോട് മറ്റേ ഒരു കായിക സംഘടന, ഒരു എക്സസൈസ് മോഹൻ മാസ്റ്റർ ആയിരുന്നു അതിനെ കുറിച്ച് പ്രസ്താവന ഇറങ്ങി. അപ്പൊ ഇതെല്ലാം മാറി മാറി അവർക്ക് വരുന്നുണ്ട്. കാരണം ഇന്ത്യയില് ഹിന്ദു വോട്ട് ബാങ്ക് എന്ന ഒരെണ്ണം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
ഈ വോട്ട് ബാങ്കിലൂടെ ലഭിക്കാതെ മുമ്പോട്ട് പോവുക പ്രയാസകരമാണ്. അത് കേരളത്തിലാണെങ്കിലും പ്രയാസകരമാണ്. അതുകൊണ്ടാണ് CPM-ന് മനസ്സിലായത് ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് CPM വലിയ രീതിയിൽ തന്നെ ആ ഒരു ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കാരണം ഈ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്കിപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. കാരണം CPM-നേക്കാൾ കുറച്ചുകൂടെ ശക്തം കോൺഗ്രസ് ആണ് എന്നുള്ള കാരണത്താൽ മാത്രമാണ്. ഇനി കോൺഗ്രസിനെ വെട്ടിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP-ക്ക് ബദലായി ഉയർന്നു വരുന്നതെങ്കിൽ അവർ യാതൊരു മടിയുമില്ലാതെ അങ്ങോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പോ ഇത് തന്നെയാണ് CPM-നെ മാറി ചിന്തിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മുസ്ലിം ലീഗ് ഒഴിച്ച് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ മൃദു ഹിന്ദുത്വത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈവൻ മമതാ ബാനർജി ഒരു സ്റ്റേജിൽ ഹിന്ദുത്വത്തിനെതിരെ പറഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ അവർ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും പൂജയിലോ മറ്റോ പങ്കെടുത്തുകൊണ്ട് താനൊരു ഹിന്ദു ആണെന്നും അവർ ഓപ്പണായിട്ട് പറഞ്ഞില്ല. താന് നവരാത്രി വ്രതം എടുക്കുന്ന ഒരു ഹിന്ദു ആണെന്ന് ഓപ്പണായിട്ട് പറയാൻ യാതൊരു മടിയും ഉണ്ടായില്ല. പ്രിയങ്ക ഗാന്ധിക്ക് പറയാൻ മടിയുണ്ടായില്ല ഹിന്ദു ആണെന്ന്. ഒരു പടി കൂടെ കിടന്ന് ഞാൻ കാശ്മീരിൽ ബ്രാഹ്മണനാണെന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്കും മടിയുണ്ടായില്ല. അപ്പം ഇവരെല്ലാം ആ ഒരു രീതിയിലേക്ക് അതായത് പഴയ ഒരു ഹിന്ദു വിരുദ്ധത ഇനി ഈ രാജ്യത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഹിന്ദു ഒരു വോട്ട് ബാങ്കായി മാറിയിരിക്കുന്നു. അപ്പം ഇനി ഈ ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ BJP-യെക്കാളും ശക്തമായ ഹിന്ദുത്വം ഉയർത്തിക്കൊണ്ടുവരണം, അതല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാതിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഹിന്ദുത്വത്തിന് BJP-യേക്കാൾ വലിയ ഹിന്ദുത്വം ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രയാസകരമാണ്. ഈവൻ ഈ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് പോലും ഇനി അത് ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് വരാൻ കഴിയില്ല. അപ്പോ ഇവിടെയാണ് പവൻ കല്യാണിന്റെ ഒരു നീക്കം ശ്രദ്ധേയമാകുന്നത്. പവൻ കല്യാൺ ആ ഒരു ബേസിൽ പിടിച്ച് കളിക്കുന്നത് കൊണ്ട് ഒരു ശിവസേനയുടെ ഗ്യാപ്പ് നികത്താൻ പവൻ കല്യാണിന് ദക്ഷിണേന്ത്യയിൽ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഇപ്പോൾ പവൻ കല്യാൺ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ. അദ്ദേഹത്തിന്റെ വേഷം തന്നെ മാറിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാഷ തന്നെ മാറിയിരിക്കുന്നു, ആ രീതിയിലേക്ക് പോകും. അപ്പം ആ BJP-യെ വെട്ടണമെങ്കിലോ ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് വലിയ രീതിയിൽ നിലനിൽക്കണമെങ്കിലോ അത്തരം ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. CPM-നെ സംബന്ധിച്ച് അത് പ്രയാസകരമാണ്. അപ്പോഴെന്ത് പറ്റും? ഉള്ള ഒരു തുരുത്തായ കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദു വിരുദ്ധത പറയാതിരിക്കുക, ഇല്ലെങ്കിൽ ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ പ്രസ്താവനകളൊന്നും BJP RSS-നെ കടന്നാക്രമിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണുന്നില്ല. മറ്റൊന്ന്, ഈ സംസ്ഥാന ഭരണം സുഗമമായി പോകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇവർക്ക് കൂടിയേ കഴിയും. ഇന്ന് കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഏതാണ്ട് 80% കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സമരസപ്പെട്ടു പോവുക ഇല്ലെങ്കിൽ ഒരു സമന്വയത്തിന്റെ പാത പോവുക എന്നുള്ളത് അവർ കരുതുന്നുണ്ട്. അത് മാത്രവുമല്ല, ദേശീയ രാഷ്ട്രീയ പദവി അടക്കം ഇവർക്ക് വരുന്ന പല ഫണ്ടുകൾ അടക്കമുള്ളതൊക്കെ ഈ ദേശീയ പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഫണ്ട് അടക്കമുള്ളവ വലിയ കുറവിലേക്ക് കിട്ടും. പിന്നെ പ്രാദേശിക പാർട്ടി ആയല്ലോ, അവർക്ക് കാലാകാലങ്ങളിൽ കിട്ടുന്ന ഫണ്ടുകളൊക്കെ കുറെ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയും നിലനിർത്തുക. കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാതയിൽ ഇനി പോയിട്ട് കാര്യമില്ല. കാരണം വിരലിലെണ്ണാവുന്ന MP-മാർ മാത്രമാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശുഷ്കമായി വന്നുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് അവർ നിലപാട് മാറ്റുന്നത്. ഇതിപ്പോ ആദ്യ സംഭവമൊന്നുമല്ല. ഇവരെല്ലാ കാലത്തും തെറ്റുതിരുത്തൽ രേഖകളുണ്ട് ഇവർക്ക്. ഇവരുടെ നിലപാട് പിന്നീട് മാറ്റും. ഒരു പക്ഷെ ഭാവിയിൽ BJP-യുമായി ഇവർ സഖ്യത്തിൽ പലയിടത്തും മത്സരിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല എന്ന് തന്നെ പറയും. പക്ഷെ കേരളത്തിൽ അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM മത്സരിക്കും എന്നാണോ ബിജേട്ടൻ പറയുന്നത്? പക്ഷെ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. BJP CPM അലയൻസിലേക്ക് പോവുകയല്ല വരുന്നത്. ഇവര് ബംഗാളിൽ ഒരു അലയൻസ് എടുത്തിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്തർധാരയല്ല. അവിടെ വിചിത്രമായ ഒരു സഖ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രൂപപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞ പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിചിത്ര സഖ്യം. അതായത് ആ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി കൈകോർക്കുന്നു. CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രാദേശിക നേതൃത്വത്തിന് എന്തും തീരുമാനിക്കാം, ആ നാടിന്റെ വികസനമാണല്ലോ അവരുടെ ലക്ഷ്യം. അപ്പൊ ആ പഞ്ചായത്തിലുള്ളവർ ഇതിനകത്ത് വളരെ കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബഹുഭൂരിപക്ഷം പേരും ഈ താമരയിലും അരിവാളിലും അല്ല മത്സരിക്കുന്നത്, സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇവർ മത്സരിക്കുന്നത്. അതായത് ഗ്രാമത്തിന്റെ ഒരു വികസനം മുൻനിർത്തിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പശ്ചിമബംഗാൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ സഖ്യമാണ് ഏതാണ്ട് 60% സീറ്റുകളിൽ പശ്ചിമബംഗാളിൽ മത്സരിച്ചിരുന്നത്. അതായത് പ്രത്യക്ഷ സഖ്യമല്ല, പരോക്ഷ സഖ്യം. അതുകൊണ്ടാണ് ഈ കേരളത്തിലും പലരും പറയുന്നത് ഈ അടിത്തട്ടിൽ ഇവർ തമ്മിൽ സഖ്യമുണ്ടെന്ന് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത്തരത്തിൽ തന്നെയാണ്. ചില സീറ്റുകളിൽ നീക്കുപോക്കുകൾ ഉണ്ടാകും, ചില സഖ്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ. അപ്പൊ പശ്ചിമബംഗാളിൽ അവർ അത്തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കും. കാരണം പശ്ചിമബംഗാളിനെ സംബന്ധിച്ച് CPM-ന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്തരം സഖ്യം, കാരണം അവർക്ക് പഞ്ചായത്തിൽ മെമ്പർമാരുണ്ടെങ്കിൽ മാത്രമേ അവരുടെ അണികളെയും പ്രവർത്തകരെയും പിടിച്ചു നിർത്താൻ കഴിയൂ. അതിന്റെ ഭാഗമായിട്ടാണ് അവർ BJP-യുമായി കൂട്ടുകൂടി മുമ്പോട്ട് പോയത് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിൽ. അപ്പോ അതുപോലെ പ്രത്യക്ഷത്തിലൊരു അലയൻസിലേക്ക് വരാനുള്ള സാധ്യത ഒട്ടുമില്ല. കാരണം CPM-നെ പോലൊരു പാർട്ടിയെ BJP-ക്ക് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ദേശീയ തലത്തിലൊന്നും ഗുണപ്പെടുന്നില്ല. കേരളത്തിൽ CPM-ഉമായിട്ട് BJP അലയൻസ് ആയി കഴിഞ്ഞാല് CPM BJP-ക്ക് ഇത്ര സീറ്റ് മത്സരിക്കാൻ കൊടുക്കില്ല. ഒരു 10 സീറ്റ് മത്സരിക്കാൻ കൊടുക്കും.
അതെ, എന്തായാലും അതിന് ബി ജെ പി ഒരിക്കലും നിൽക്കില്ല. ബി ജെ പി അവർക്ക് ഉം. ഒറ്റയ്ക്ക് വരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് ഒരു തവണ കൂടി സി പി എം കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു തവണ കൂടി ഈ ബി ജെ പി കൂടെ സഹായിച്ച് സി പി എം അധികാരത്തിൽ വരും. ആഹ് കോൺഗ്രസ് പാടെ തകർന്നു പോവുകയും അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി സി പി എം പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു കണക്കൂട്ടലുണ്ട് പല ബി ജെ പി നേതാക്കൾക്കും. ഉം. അതൊക്കെ ഉം. ഉം. നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന ചില കാര്യങ്ങൾ മാത്രം, അതൊക്കെ പ്രാക്ടിക്കൽ ആകുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും സി പി എം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചുവടുമാറ്റം വളരെ ശ്രദ്ധേയമാണ്. മാധ്യമങ്ങൾ വലിയ രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ചാനലുകൾ മുഴുവൻ ഇത് വലിയ ചർച്ചയായി മാറിയാൽ, വലിയ വാർത്തയായി മാറിയാലും ഒരുപക്ഷെ മാധ്യമങ്ങളും സി പി എമ്മിനെ തഴയുന്നതാണോ അതോ ഇനി ഇത്തരം വാർത്ത കൊടുത്ത് സി പി എമ്മിന്റെ ഉള്ള വോട്ടുകൂടെ കളയണ്ടെന്നാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത് ഭാവിയിലായാലും വരും ദിവസങ്ങളിലായാലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറുകയാണ്. കാരണം ഇന്നലെ വരെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിരുന്നവർ തന്നെ ഇന്നത് മാറ്റിയിരിക്കുന്നു. ഫാസിസ്റ്റ് അല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ജനാധിപത്യ പ്രക്രിയയിലൂടെ ആണല്ലോ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എങ്ങനെ ഫാസിസ്റ്റ് എന്ന് പറയാൻ കഴിയും? പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇതാ വിശാല അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ബിജുവേട്ടാ, യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരേണ്ടത് ബി ജെ പിയുടെ ഒരു വലിയ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പി എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അത് അതുപോലെ നിർത്തി സി പി എം എന്ന് പറയുന്ന പാർട്ടി, പല രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസിന്റെ തന്നെ പല അണികളും പറയുന്നത് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സി പി എമ്മിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു തവണ കൂടെ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അടിത്തറ പൂർണ്ണമായിട്ടും നമ്മുടെ കേരളത്തിൽ തകർന്ന് തരിപ്പണമായി പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കേന്ദ്രത്തിൽ പിന്നെ അവർക്ക് ഭരണം ഈ അടുത്തിടെ ഒന്നും ഇനി ഒരു 50 കൊല്ലത്തേക്ക് നോക്കേ വേണ്ട എന്നുള്ള കാര്യത്തിൽ അവിടെയുള്ള നേതാക്കൾ ഒരു ഉറപ്പ് തരുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇനി ഒരു തവണ കൂടെ സി പി എമ്മിന് ഭരണം കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പതിയെ അസ്തമിക്കുകയും അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാൻ നിർബന്ധിതരാകുകയും, ഇപ്പോൾ വല്ല കൊടികെട്ടിയ നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ബി ജെ പിയിലേക്ക് വരാൻ നിർബന്ധിതരാകുകയും അവരങ്ങനെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ലെങ്കിൽ പോലും അവർ ബി ജെ പിയിലേക്ക് വരും. കാരണം കേന്ദ്രത്തിൽ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത്. അങ്ങനെ വരാൻ നിർബന്ധിതരാകുകയും അങ്ങനെ കോൺഗ്രസ് ഇവിടെ തകരുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭരിക്കും തോറും നശിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത്. അവർ തനിയെ നശിച്ചോളും. അവർ നമ്മുടെ ക്ലോസറ്റിലൊക്കെ ഒഴിക്കുന്ന ചില ബാക്ടീരിയകൾ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ബ്ലോക്കേജ് ഒക്കെ വരുമ്പോൾ ഒഴിക്കുന്ന ബാക്ടീരിയ, ഈ ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട പണി ആ ബ്ലോക്കേജ് തിന്ന് തീർക്കുക എന്നുള്ളതാണ്. തിന്ന് തീർത്ത് കഴിഞ്ഞാൽ അവർ സ്വയം വയറ് പൊട്ടിച്ചാവുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ അതുപോലെ അവർ സ്വയം നശിച്ചോളും. അത് കഴിഞ്ഞ് ബി ജെ പി ഒരു ലോഞ്ചിന് നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നേതൃത്വമൊക്കെ മാറും, ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം വരും. അതാണ് ബി ജെ പിയുടെ ഒരു പ്ലാൻ എന്നാണ് പല ആൾക്കാരുടെയും ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആ സ്പെക്കുലേഷനിൽ കുറ്റം പറയാനൊന്നുമില്ല. കാരണം ബി ജെ പിയും ആർ എസ് എസും എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. അവരുടെ പല സ്ഥലത്തുള്ള ഈ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ ബി ജെ പിക്ക് സി പി എമ്മിനോടുള്ള നിലപാട് ബിജുചേട്ടൻ തന്നെ പല തവണയായിട്ട് പല ചർച്ചകളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 6500 കോടിയാണ് നിതിൻ ഗഡ്കരി അംഗീകരിച്ചത് കേരളത്തിലെ റോഡ് വികസനത്തിന് വേണ്ടി. ആരും മിണ്ടിയിട്ടില്ല ആ കാര്യം. 6500 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. ആരും ആ കാര്യം മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ പീയൂഷ് ഗോയൽ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള നേതാക്കന്മാരുമായിട്ട് കളിച്ച് ചിരിച്ച് സംസാരിച്ചു പോയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് സോഷ്യൽ മീഡിയയിലെ എല്ലാം സംസാര വിഷയം, മാധ്യമങ്ങളൊന്നും മിണ്ടിയിട്ടില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം ഒരു ബി ജെ പി നേതാവിനെ കൊണ്ട് മാത്രമേ ഈ കാര്യം സാധിക്കുകയുള്ളൂ. ഒരു സി പി എം നേതാവിനെ കൊണ്ടോ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ടോ സാധിക്കില്ല. അവർ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടാണ് വേദിയിൽ നിന്ന് സംസാരിച്ചിട്ട് പോയത്. തൊട്ടടുത്ത് വി ഡി സതീശനും ഉണ്ടായിരുന്നു എന്നുള്ളത്. വി ഡി സതീശനെ വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ തോളിൽ തൊട്ടടുത്ത് വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ ബി ജെ പിയുടെ അജണ്ട ഇവിടെ നിതിൻ ഗഡ്കരിയുമായിട്ട് നല്ല ബന്ധമാണ്, പീയൂഷ് ഗോയലുമായിട്ട് നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ ബി ജെ പിയെ വിമർശിച്ചു എന്ന് പറഞ്ഞാലും കടുത്ത വിമർശനമൊന്നും മുഖ്യമന്ത്രി ഇതുവരെ ബി ജെ പിക്കെതിരെ നടത്തിയിട്ട് പോലുമില്ല. മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്, നിതിൻ ഗഡ്കരിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. സകല ആൾക്കാരുമായിട്ട് മുഖ്യമന്ത്രിക്ക് കടുത്ത ടൈപ്പും ബന്ധവും ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ വികസനങ്ങളും ബി ജെ പി നല്ല ഭംഗിയായിട്ട് നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. ആകപ്പാടെയുള്ള ഒരു പ്രശ്നം, ഒരു ക്ലാഷ് വരുന്നത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് നമ്മുടെ ലൂസിഫർ സിനിമയിൽ കാണിക്കുന്നത് പോലെ ഇവർ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ അത് അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്രം ഫണ്ട് തരുന്നില്ല, അതാണ് ഇതാണെന്ന് പറയാനുള്ള ചില ഗിമിക്സ് ഇവർ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഇത് രഹസ്യമായിട്ട് അയച്ച സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ രേഖ എന്ന് പറയുന്നത്. അപ്പൊ അത് വന്ന സ്ഥിതിക്ക് ഇവര് ഇപ്പൊ മാത്രമല്ല, നേരത്തെ ബി ജെ പിയെ ഫാസിസ്റ്റ് നിലപാടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, ഒരു പാർട്ടിയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നാണ്
എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതില് കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്, അതായത് ഇവരുടെ പാർട്ടി ക്ലാസ്സിൽ പോലും പറഞ്ഞു കൊടുക്കാത്ത കാര്യം, ഈ ഫാസിസം എന്ന് പറഞ്ഞിട്ട് ഇവര് അഡോൾഫ് ഹിറ്റ്ലറെയാണ് കൂട്ടുപിടിക്കുന്നത്. മോദി ഹിറ്റ്ലറാണ്, ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഫാസിസത്തിന്റെ ഉപജ്ഞാതാവ് ഹിറ്റ്ലർ അല്ല, ഹിറ്റ്ലർ നാർസിസത്തിന്റെ ഉപജ്ഞാതാവാണ്. ഫാസിസം ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഫാസിസം കൊണ്ടുവന്നത്. അപ്പോ ഈ ബി.ജെ.പിയും CPM-ഉം ഭായി ഭായി ആണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നതിലും എന്തൊക്കെയോ ഒരു ശരിയില്ലേ? കാരണം കോൺഗ്രസ്സുകാർ നിരന്തരം ഇത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇവർ ഭായി ഭായി ആണ്, നിങ്ങൾ ഞങ്ങളെ അധികാരത്തിൽ എത്തിക്കൂ, ഇവർ ഭായി ഭായി ആണെന്ന് നിരന്തരം. അതിലെന്ത് സത്യമില്ലേ അതിൽ യഥാർത്ഥത്തിൽ? ഞാൻ ഒന്ന് പരിശോധിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബി.ജെ.പിയും CPM-ഉം തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും. അല്ല, ഈ രഹസ്യ സർക്കുലർ പറയുന്നുണ്ട് മുസോളിനിയുടെ ക്ലാസിക്കൽ ഫാസിസം ആയിരുന്നു. ഇത് അങ്ങനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്, ക്ലാസിക്കൽ ഫാസിസം ആയിരുന്നു ഇത്. അതല്ല, ഇവരതിനകത്ത് പറയുന്നത് ഹിന്ദു കോർപ്പറേറ്റ് RSS ഒരു സ്ഥലത്തേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ രൂപപ്പെടുന്ന ഫാസിസം, അതായത് നവഫാസിസം. ഇതാണ് സംഭവമൊന്നുമില്ല, അവർ ഭരിക്കുന്നു. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അതാണ്, അവര് നിരന്തരം ഭരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പം ഈ CPM-നെ സംബന്ധിച്ച് അവർക്ക് ഈ ഓൾ ഇന്ത്യ തലത്തിൽ ശത്രുക്കൾ നിലവിൽ ഇല്ല, ഉള്ള ശത്രുവിനോട് ഏറ്റുമുട്ടാനുള്ള ത്രാണിയുമില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ഇത്രയും നാൾ അവരുടെ പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ആ കോൺഗ്രസുമായിട്ട് കാലങ്ങളോളം ഭരിച്ചതിന് ശേഷം ഇവരുടെ ഇടയിൽ തന്നെ കോൺഗ്രസിനോടുള്ള വിരോധം പൊള്ളയാണ് എന്ന് അവരുടെ അണികൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. കാരണം ഒരു സ്ഥലത്ത് അവരുമായി സഖ്യം, വേറൊരു സ്ഥലത്ത് അവരുമായി എതിർപ്പ്, കേന്ദ്രത്തിൽ അവരുമായി ഭരണം, അതൊരു പൊള്ളയാണെന്ന് മനസ്സിലായി. പിന്നീട് ഇവര് ശത്രു സ്ഥാനത്തേക്ക് ടാർഗറ്റ് ചെയ്ത പ്രധാന പാർട്ടി BJP ആണ്. അത് BJP തളയ്ക്കാനോ തടയാനോ ഞങ്ങൾക്കേ കഴിയൂ എന്നായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം ജനത്തിന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ വിരലിലെണ്ണാവുന്ന MP-മാരെ വെച്ച് നാളെ അത്ര MP-മാരെ പോലും, എന്തൊരു കേരളമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് നൽകേണ്ട ഒരു സംസ്ഥാനം, അവിടെ പോലും അവർക്ക് കിട്ടിയ സീറ്റിന്റെ എണ്ണം എല്ലാവർക്കും അറിയാവുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പിന്നെ തമിഴ്നാട്ടിൽ അവർ ജയിക്കുന്ന അവരുടെ കഴിവുകൊണ്ടല്ല, സ്റ്റാലിൻ കൊടുക്കുന്ന ഒരു ഇതുകൊണ്ടാണ് അവിടെ ജയിക്കുന്നത്. പിന്നെ വേറെ എങ്ങോട്ടും അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതേ രീതിയിലാണ് അവർ മുമ്പോട്ട്, അതായത് ഇനി BJP കണക്കൊരു പാർട്ടിയെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും എനർജി പരമായിട്ടും അവർക്ക് നഷ്ടമാണ്. സാമ്പത്തികപരം എന്ന് ഞാൻ പറയുമ്പോൾ BJP കണക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കണമെങ്കിൽ രാജ്യമെമ്പാടും അവർക്ക് സെമിനാറുകൾ നടത്തേണ്ടി വരും, വലിയ യോഗങ്ങൾ നടത്തേണ്ടി വരും, അവരുടെ ഇത് തുറന്നു കാട്ടപ്പെടുന്നതിന് വലിയ പരിപാടികൾ നടത്തും. ഇത് വലിയ സാമ്പത്തിക ചെലവാണ്. കാരണം ഇനി അങ്ങനെ BJP എടുത്ത് പറഞ്ഞ വലിയ കാര്യമില്ല, ചുമ്മാ ഇതൊക്കെ നടത്താമെന്നുള്ളൂ. അത് അവർക്ക് വലിയ ലാഭം നേടിക്കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BJP-യെ പൂട്ടിക്കെട്ടാൻ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെവിക്കൊള്ളാൻ ഇന്ന് കേരളത്തിൽ അവരുടെ പാർട്ടി തന്നെ ആളില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം CPM-നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവര് ഇപ്പോൾ സ്വീകരിക്കുന്നത്, കാരണം ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവരും മൃദു ഹിന്ദുത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, CPM-ഉം. അപ്പൊ ഇവർക്ക് മൃദു ഹിന്ദുത്വത്തിലേക്ക് പോകുമ്പോൾ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് നിൽക്കുന്ന BJP-യെ എതിർത്തുകൊണ്ട് പോകാൻ പറ്റില്ല. പകരം അവരെ അല്പം മയപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ ഭരണസമിതിയിൽ കയറുന്നു. അവിടെ ഇപ്പൊ പഴയ കടുംപിടുത്തമില്ല. മുമ്പ് ഇവർ ആദ്യം കയറിയ സമയത്തൊക്കെ, മുൻപ് കയറിയ സമയത്ത് ഇവര് വലിയ കടുംപിടുത്തമായിരുന്നു. അവിടുത്തെ ആചാരങ്ങളിൽ പോലും ഇടപെടുന്ന രീതിയൊക്കെ ആയിരുന്നു. പൂജ അങ്ങനെ മതി, ഇല്ല ഇങ്ങനെ മതി എന്നൊക്കെ. പക്ഷെ ഇന്ന് അത് മാറിയിരിക്കുന്നു. ഇന്ന് അവർ കാലോചിതമായി അതിൽ മാറ്റം ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായി ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എനർജിയും പണവും ഒക്കെ അതിനെ എതിരിടാൻ വേണ്ടി വരും. അപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതാക്കുക, പകരം പ്രാദേശിക തലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദേശീയ തലത്തിൽ ഇപ്പൊ അതിന് വലിയ ശ്രദ്ധയും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പൊ ദേശീയ തലത്തിലെ ഒരു നേതൃത്വത്തിന്റെ ഒക്കെ പ്രസ്താവന വന്നിട്ട് എത്ര നാളുകളായി. മുമ്പ് കാരാട്ടിന്റെ ആയാലും മറ്റുള്ളവരുടെ ആയാലും ഒക്കെ നിരന്തരം പ്രസ്താവനകൾ വന്നുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുതിയ ആളുകളൊക്കെ രംഗത്ത് വരുമ്പോൾ വരുമായിരിക്കാം. പക്ഷെ അതിന് വലിയ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ CPM ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നതൊരു ഡിബേറ്റ് തന്നെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഇടതുപക്ഷ പാർട്ടികളായ CPI-യുടെയും CPI-ML അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് BJP ഫാസിസ്റ്റ് പാർട്ടി എന്ന് തന്നെയാണ്. അതായത് ഇന്ത്യയിലെ 18ഓളം വരുന്ന ഇടതുപക്ഷ പാർട്ടികളിൽ 17ഉം BJP ഫാസിസ്റ്റ് പാർട്ടി എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ CPM ഇതാ അവരുടെ നിലപാട് മാറ്റുന്നു. BJP ഫാസിസ്റ്റ് പാർട്ടി അല്ല എന്ന നിലപാടിലേക്ക്, മോദി ഫാസിസ്റ്റ് അല്ല എന്ന നിലപാടിലേക്ക് അവർ മാറിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ നേരത്തെ തന്നെ അവർ ഹിന്ദുത്വത്തിലേക്ക് ഒരു മടങ്ങിവരവൊക്കെ നേരത്തെ മുതലേ അവരെ സൂചന നൽകിയിരുന്നു. നമ്മൾ അറിയാം, ഈ DYFI-യുടെ ഒക്കെ ഫ്ലെക്സുകളിലും മറ്റും ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ആദ്യം തന്നെ അടിച്ചു മാറ്റിയത് വിവേകാനന്ദ സ്വാമികളെ ആയിരുന്നു. അപ്പൊ വിവേകാനന്ദ സ്വാമികളുടെ ചിത്രങ്ങളിൽ കൂടുതൽ നമ്മൾ കാണുന്ന ഈ കാവിഷാള് പുതച്ചിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ, അതൊക്കെ മാറ്റി റെഡ് ആക്കി. എനിക്ക് ഈ റെഡ് ഫോട്ടോ വിവേകാനന്ദ സ്വാമിയുടെ ഇറങ്ങുന്നതെല്ലാം
ഈ CPM-ലേക്ക് വിവേകാനന്ദ സ്വാമിയെ CPM-ലേക്ക് എടുത്തതിന് ശേഷം വന്നതാണ്. ആ റെഡ് കളറിൽ അദ്ദേഹത്തിന്റെ ഡ്രസ്സും കാര്യം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നു. ഇപ്പം ബാക്കിയുള്ളവർ വന്നിരിക്കുന്നു. സ്വാഭാവികമായി ഈ കൃഷ്ണന്റെ ഒക്കെ പടം ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാ പറയുന്നത്? കൃഷ്ണ ജയന്തി ആഘോഷത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഗണേശോത്സവ ആഘോഷത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. മറ്റേതര അപ്പൊ വന്നിരിക്കുന്നു. അപ്പൊ ഇനി കാലോചിതമായി പിടിച്ചു നിൽക്കാനായിട്ട് ഫാസിസ്റ്റത്തിന്റെ വേണ്ടിയിട്ട് എനർജിയും പണവും ചെലവാക്കാൻ ഇനി CPM ഇല്ല. അവർ തെറ്റുതിരുത്തുന്നു. അവർ ഫാസിസം അല്ല. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ ജയിച്ചു വന്നൊരു സർക്കാരാണ് എന്നവർ അംഗീകരിക്കുന്നു. അടിവരയിട്ട് ആ സർക്കാർ പറയുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ കൂടെയാണ് അവർ 2 വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും കൂടി അവർ പറയുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആണ്. ധനുഷ് പറഞ്ഞ കണക്ക് ബംഗാൾ മോഡൽ എവിടെങ്കിലും, ഇപ്പൊ ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബംഗാൾ മോഡൽ ഉണ്ടല്ലോ, അതായത് CPM-ന്റെ പേരിലല്ല, BJP-ക്കാർ പറയുന്നത് ഞങ്ങളും അല്ല, ഇത് അവരുടെ പ്രാദേശിക നേതൃത്വം എടുക്കുന്ന തീരുമാനം, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അവിടെ വികസനമല്ലേ അവർക്ക് വലുത് എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയേക്കാം. അത്ഭുതപ്പെടാനില്ല. കാരണം CPM BJP-യും വലിയ ശത്രുതയുള്ള പാർട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഇവർ അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നിച്ചിട്ടുണ്ട്, അതിനുശേഷം ഒന്നിച്ചിട്ടുണ്ട്, പലപ്പോഴും ഇത് ഒന്നിച്ചും അല്ലാതെയൊക്കെ പോയിട്ടുള്ള പാർട്ടിയാണ്. പിന്നെ രണ്ടിന്റെയും ബേസ് വോട്ട് ഹിന്ദുവാണ്. അതും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒന്നിച്ചു പോകുന്നതിന് വലിയ മടിയൊന്നുമില്ല. ആകെയുള്ള ഈ പ്രത്യയശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. എന്തായാലും മൂന്നാമതും CPM തന്നെ ഭരണത്തിൽ എത്തും എന്നാണ് ഇന്ന് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ പറയുന്നത് നേതൃമാറ്റം ആവശ്യമാണെന്നാണ്, ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള വഴികളുണ്ട് എന്നാണ് ശശി തരൂർ പറയുന്നത്. ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിന് വെറും 15 മാസം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ അകത്തുള്ള എല്ലാ A മുതൽ Z വരെയുള്ള ഗ്രൂപ്പുകൾ, അത് കഴിഞ്ഞ് ഈ എന്ന് തുടങ്ങുന്ന ഗ്രൂപ്പുകളെല്ലാം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ വീണ്ടും ഡീആക്ടിവേറ്റ് ആയി കിടന്ന ഗ്രൂപ്പുകളെല്ലാം റീആക്ടിവേറ്റ് ആയിട്ടുണ്ട്, പരസ്പരം കുത്തിച്ചാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ വീണ്ടും CPM തന്നെ അധികാരത്തിൽ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ളൊരു നേതാവ് കോൺഗ്രസിന് ഇല്ലാത്തത് വലിയ രീതിയിൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുന്നുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരിന്റെ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാനായിട്ട് കോൺഗ്രസ് നിലവിൽ തയ്യാറായിട്ടില്ല. എന്തായാലും നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള വഴികളുണ്ടെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. അതൊരു സൂചന തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ CPM BJP ഒരു ഫാസിസ്റ്റ് പാർട്ടി അല്ല എന്ന് പറഞ്ഞ നിലപാടുമായിട്ട് രംഗത്തെത്തുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. മൂന്നാമതും വീണ്ടും CPM തന്നെ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിലേറിയപ്പോൾ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. 70 മണ്ഡലങ്ങളിൽ CPM-ന് എങ്ങനെ പോയാലും കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ CPM MLA-മാർക്ക് കേവല ഭൂരിപക്ഷം ജയിക്കാനുള്ള, കേവല ഭൂരിപക്ഷം ലഭിക്കാനുള്ള ഇത്ര വോട്ട് 60% to 70% വോട്ടുകൾ എങ്ങനെ ലഭിക്കാനുള്ള, അവരിനി എങ്ങനെ പ്രവർത്തിച്ചാലും ലഭിക്കാനുള്ള ഒരു സംഘടനാ സെറ്റപ്പ് അവിടെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം പിണറായി സർക്കാർ 2016 മുതൽ 16 കയറിയത്. 16 കയറി കഴിഞ്ഞ 5 കൊല്ലം അവർ കേന്ദ്രീകരിച്ചത് ആ ഒരു പ്രവർത്തനത്തിനാണ്. രണ്ടാം സർക്കാരിൽ ആ ഒരു പ്രവർത്തനം പ്രതിഫലിച്ചു. ഇനി മൂന്നാമതേക്ക് വരുമ്പോൾ 70 സീറ്റുകളിൽ അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കോൺഗ്രസിന്റെ ഈ ഒരു സെറ്റപ്പ് വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവരും മൂന്നാമത്തെ ടേമിലും പ്രതിപക്ഷത്തിരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതോടുകൂടി മുസ്ലിം ലീഗ് ഇടയാനുള്ള സാധ്യതയുണ്ട്. കാരണം 3 ടേമിലൊന്നും ഭരണമില്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗ് ഇടയാനുള്ള സാധ്യതയുണ്ട്. വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കാനുള്ള സാധ്യത പിണറായി സർക്കാരിന് മൂന്നാമത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു വിജയേട്ടാ. താങ്ക് യു സോ മച്ച്.